ഓ ഗൈസ് നോക്കൂ, അങ്ങനെ നമ്മുടെ വണ്ടി പണിയുടെ അടുത്ത വീഡിയോയിലേക്ക് നമ്മൾ അങ്ങനെ കടക്കാൻ പോവുകയാണ്. ഏകദേശം 50% പണി കഴിഞ്ഞു. ഇനി 50% പണിയേ ഉള്ളൂ. ഇത് ലാസ്റ്റ് വർക്ക്ഷോപ്പ് വീഡിയോ ആണ്. ഇനിയും ഇന്നത്തോടുകൂടി വീഡിയോ നിർത്തുന്നതാണ്. ഇനി വണ്ടി എന്നാണോ പണിത് കിട്ടുക അന്നേ നമ്മൾ കാണുള്ളൂ. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ വീഡിയോ എടുപ്പും പരിപാടിക്കും പോയി കഴിഞ്ഞാൽ ഒന്നത് പരിപാടി കറക്റ്റായിട്ട് നടക്കില്ല, ഞങ്ങൾക്ക് ഇതിൻ്റെ പുറകെ ഓടി നടക്കാൻ പറ്റില്ല. രണ്ടാമത്തെ കേസ് ആകാംക്ഷ പോകും ഏതാ കളർ എന്നുള്ള. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വണ്ടി പണിയെടുക്കുന്നത് നമ്മൾ വീഡിയോ എടുത്തുന്ന പണിക്കാർക്ക് പണിയാനും പറ്റൂല. മുതലാളി പറഞ്ഞു ഇനി ഇങ്ങോട്ട് വന്നു പോയി കഴിഞ്ഞാൽ കാല് തല്ലി ഓടിക്കുന്നു അല്ലേ. മുതലാളിയൊക്കെ ഞങ്ങളോട് പറഞ്ഞു വിട്ടു, പുള്ളി ഞങ്ങൾക്ക് എക്സ്പോർട്ട് ചെയ്തു. 2 ദിവസം മുതലാളി ഞങ്ങൾ പറഞ്ഞു വിട്ടു. ഈ ഗ്യാരേജ് ഞങ്ങളുടെ കൺട്രോളാണ് ഇപ്പോൾ ഉള്ളത്. മുതലാളി ഇന്നില്ല, മുതലാളി ഏതോ കല്യാണത്തിന് പോയതാണ്. അപ്പം ഇന്നലെ കുറേ ആളുകൾ വളരെ അപവാദങ്ങൾ എൻ്റെ സുഹൃത്തിനെതിരെ പടച്ചു വിട്ടു. കാണാൻ വേണ്ടി പോയതാ. അതെ, എന്തൊക്കെ ഒന്ന് ബോട്ട് ചട്ടി വരെ. അതെ അല്ലേ, എന്തൊക്കെ അപവാദങ്ങളാ സുഹൃത്തുക്കൾ. അതെ, കുറെയൊക്കെ ഞാൻ നിനക്ക് വേണ്ടി ഡിലീറ്റ് ചെയ്ത്. ഒരു യുവപുരുഷന് മേലിൽ പല രീതിയിലുള്ള ആരോപണങ്ങൾ വന്നു കഴിഞ്ഞു. എന്തായാലും ആരോപണങ്ങൾ നമ്മൾ തള്ളിക്കളയുന്നു. ചിന്തിക്കാൻ പറ്റാത്ത അത്രയും രീതിയിലുള്ള അപവാദങ്ങളാണ് സുഹൃത്തുക്കളെ എനിക്കെതിരെ പറഞ്ഞിരിക്കുന്നത്. ആ കമന്റ് കണ്ടായിരുന്നോ? നീ പറഞ്ഞു കാണിക്കില്ലേ? ക്രിക്കറ്റോ ഫുട്ബോളോ വോളിബോളോ അതായിരിക്കും ഉദ്ദേശിച്ചത്. ശരിയായിക്കോട്ടെ. അപ്പം ഇനി അടുത്ത കേസിലേക്ക് വരാം. നമ്മളൊന്നും കൂടെ ഒന്ന് പറയാണ്. നമ്മുടെ ഈ യാത്ര എന്ന് പറയുന്നത് ഇന്ത്യയിൽ നിന്നും കേരളത്തിൽ നിന്നും കണ്ണൂരിൽ നിന്നും യാത്ര തുടങ്ങി ഇന്ത്യയുടെ ഹിമാചൽ പ്രദേശ്, ഭൂട്ടാൻ, നേപ്പാൾ, നമ്മൾ ഇന്നേ വരെ കേരളത്തിൽ അല്ല ഇന്ത്യയിൽ ഇനിയും പോകാത്ത 2 സംസ്ഥാനങ്ങളാണുള്ളത്. പറയാൻ പറ്റുമോ? മറ്റേ ഇത് സിക്കിം നമ്മൾ പോയതാ. അല്ല, ഇവിടെ ആ സ്ഥലം ഉണ്ടല്ലോ നമ്മൾ കൊറോണ സമയത്തും കയറ്റി വിടാത്ത മണിപ്പൂര്. അടുത്തത് മണിപ്പൂർ എന്നാ അങ്ങനെ ചോദിക്കരുത്. മിസോറാം കയറിയതാ കഴിഞ്ഞ വർഷം. ആദ്യം ഉത്തരാഖണ്ഡ്. നമ്മൾ ഇന്നേ വരെ പോകാത്തൊരു സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. അപ്പോൾ ഉത്തരാഖണ്ഡും ഇതെല്ലാം കൂടിയുള്ള ഫാമിലി ട്രിപ്പാണ് നമ്മൾ ഇനി വരാൻ വേണ്ടി പോകുന്നത്. ഫാമിലി ട്രിപ്പ്. യെസ് അല്ലേ. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഈ യാത്രയുടെ ഒരു പ്രത്യേകത വെച്ചാൽ നമ്മുടെ പട്ടിക്കുട്ടികളൊന്നും കൊണ്ടുവന്നില്ല, ഞങ്ങളെല്ലാവരും മാത്രമാണ് പോകുന്നത്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഒരു ചെറിയൊരു പ്രശ്നമുള്ള വെച്ചാൽ ഭൂട്ടാൻ കയറാൻ നേരത്ത് എനിക്ക് പാസ്പോർട്ടുണ്ട്, ലിബിന് പാസ്പോർട്ടുണ്ട്. പക്ഷേ എൻ്റെ വീട്ടിലുള്ള വേറെ ആർക്കും പാസ്പോർട്ട് ഇല്ല. പക്ഷേ അവർക്ക് വോട്ടർ ഐ ഡി ഉണ്ട് എല്ലാവർക്കും. ഞങ്ങൾക്ക് വോട്ടർ ഐ ഡി ഇല്ല. അപ്പം വോട്ടർ ഐ ഡി ഉള്ളവർക്ക് ഭൂട്ടാനിൽ കയറാം. അപ്പോൾ കൊച്ചിന് വേണ്ടി മാത്രം ഒരു പാസ്പോർട്ട് എടുക്കേണ്ടി വരും അവന് കയറാൻ വേണ്ടി, ഭൂട്ടാനിൽ കയറാൻ വേണ്ടി. നേപ്പാളിനെ അപേക്ഷിച്ച് ഭൂട്ടാൻ ഇച്ചിരി എക്സ്പെൻസീവ് ആണ്. ആണോ? ഗൈഡില്ല കയറ്റി വിടൂല. പുതിയ ഇതാ ഗൈഡില്ല. എവിടെ ഇരിക്കും നിങ്ങൾ? ഗൈസ്, അപ്പം അങ്ങനെയുള്ള പരിപാടികൾ നിങ്ങളോട് പറഞ്ഞല്ലോ. കൂടുതൽ നഷ്ടമാണ് ഗൈഡിനെ മേലെ കയറ്റാൻ വണ്ടിയുടെ ടോപ്പിൽ. അപ്പം അതേപോലെയുള്ള കാര്യങ്ങളാണ് നടക്കാൻ വേണ്ടി പോകുന്നത്. ഇതിനുശേഷം ഞങ്ങൾ നേരെ എങ്ങോട്ട് പോകും? യൂറോപ്പിലേക്ക് പോകും. എന്നിട്ട് യൂറോപ്പ് മൊത്തം യാത്രയായിട്ട് അയർലൻഡ്, UK ഇതൊക്കെ യാത്രയായിട്ട് നേരെ തിരിച്ച് വീണ്ടും ഒരു 3-4 മാസം കഴിഞ്ഞ് നാട്ടിൽ വരും. എന്നിട്ടാണ് കാനഡ, അമേരിക്ക, അർജന്റീന, പെറു, ചിലി ഇതൊക്കെ പോകുന്നത്. ലാറ്റിൻ അമേരിക്ക. ഇത് ഞാൻ സെബിനൊരു ഓഫർ കൊടുത്തു. നീ ഇപ്പോഴേ പണിത് കാശുണ്ടാക്കി, ഇനി 3 മാസം സമയമുണ്ട്, എൻ്റെ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മളോട് വന്നോളാം. അവനെ പറഞ്ഞിട്ടുണ്ട് വേണം യൂറോപ്പിന് വരാൻ വേണ്ടി. അപ്പോൾ അതെ, അപ്പോൾ അതാണ് പണിക്ക് പോവുക, ടിക്കറ്റ് കാശുണ്ടാക്കുക, വരിക. അടിക്കടി യൂറോപ്പിൽ പോയി കഴിഞ്ഞാൽ ആൾക്കാർ തെറ്റിദ്ധരിക്കും. അറിയാലോ ഒന്നാമത്തെ പേരുദോഷമായി പോയി. ഗൈസ്, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പം നമ്മുടെ വണ്ടിയുടെ കാര്യത്തെക്കുറിച്ച് പറയുന്നത് ഏകദേശം നമ്മുടെ വണ്ടിയുടെ പരിപാടിയും കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഓരോന്നായിട്ട് കാണാം. പോരെ. അതായത് ചെറുക്കൻ ഇവിടെയുണ്ട്. പിന്നെ ഇത് കണ്ടോ, തൊട്ടപ്പുറത്താണ് പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഗ്യാപ്പിൽ കൂടെ പോകല്ലടാ പിന്നെ ഇതിലേ പോകാം. ശ്രദ്ധിച്ചു വരണേ, ഈ ഒരു ഗ്യാപ്പിൽ കൂടെ പോവാം. എടാ 12 സീറ്റ് അർബാനി കേട്ടോ. ഞാൻ ആദ്യമായിട്ട് കാണുക. ഞാനും ആദ്യമായിട്ട് അർബാനി എടുക്കും. വലിയ വണ്ടി കേട്ടോ, കാണാൻ രസം. ഇതുണ്ടോ, കാണാൻ രസമില്ല. ഇവിടെയുള്ള ഫ്രെയിമുകളും സംഭവങ്ങളൊക്കെ ഇവന്മാർ കട്ട് ചെയ്ത് പുതിയ ഫ്രെയിം പറ്റിയ അബദ്ധം കേട്ടോ. രാവിലെ എന്നോ നിങ്ങൾ തട്ടിപ്പും ചോദിച്ചിട്ട് പുതിയത് അടിക്കണം. ഞാൻ നീ പുതിയത് അടിച്ചോളാം പറഞ്ഞു. ഇത് കണ്ടോ, ഇവിടെ നിങ്ങൾ ഇങ്ങോട്ട് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇതായിരുന്നു നമ്മുടെ ആ പഴയ തുരുമ്പിച്ച ഫ്രെയിം. ഇതേ ശ്രദ്ധിച്ച് നോക്കിയോ, ഇതെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞു കേട്ടോ. ഇത് മാറ്റി നന്നായി കേട്ടോ. വെള്ളം വീണ് നശിച്ചു. ഇതുകൊണ്ട് ഈ സൈഡിലേക്ക് ഇട്ടാരെ. അതെല്ലാം അവന്മാര് ഇങ്ങോട്ട് നോക്കിയേ, ആ പീസേ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അവിടെയൊക്കെ പുതിയത് വെക്കാനുള്ള പരിപാടികൾ ചെയ്തോണ്ടിരിക്കുകയാണ്. ഇതുണ്ടോ സഞ്ജിത്ത് ബായ്. ഗൈസ് നോക്കിയതുണ്ടോ, ഇവിടെ പുതിയ ഫ്രെയിം ഗ്ലാസ് വെക്കാനായിട്ട് അവന്മാർ അടിച്ചു കഴിഞ്ഞു. ഇനി പൊട്ടിയിട്ട് അവിടെയൊക്കെ ലെവലാക്കി സെറ്റപ്പ് ആക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ചെയ്താൽ മതി. ഇതേ
ഇനിയും ഉള്ള പരിപാടികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുട്ടിപ്പണിയാണ് ഇനി മെയിനായിട്ടുള്ള. പുട്ടിപ്പണിക്കുള്ള 2 പണിക്കാർ ഇവിടെ കയറി കഴിഞ്ഞതാ. ഈ സൈഡിലേക്ക് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ വേണ്ടി കാണാൻ വേണ്ടി പറ്റും. ഇത്രയും ദിവസം 3 സൈഡ് പണിയാണെങ്കിൽ ലാസ്റ്റത്തെ ആ ഒരു സൈഡും കൂടെ ഇവിടെ പണിയും കാര്യങ്ങളും ഓരോന്നായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോന്നായിട്ട് നടക്കുന്നു. എല്ലാ കാര്യങ്ങളും ശകൃതിയായി നടന്നോട്ടെ. എങ്കിൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് വണ്ടി എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള പരിപാടികൾ അവിടെ നടക്കുന്നു. വേണമെങ്കിൽ നമുക്കൊന്ന് പൊക്കി നോക്കാം. സെബിനെ പൊക്കട. നിന്നെ കുറിച്ച് ഇന്നലെ അപവാദം കേട്ടാ. അപ്പൊ നീ തന്നെ പൊക്കിക്കും. അത് കണ്ടോ, ഇവിടെ പൊക്കി നോക്കാൻ നേരത്തെ ഇവിടെയൊക്കെ കുറെ കൺഷൻ സംഭവം ഉണ്ട്. അതൊക്കെ ഇപ്പം വലിച്ചു പറിച്ചെല്ലാം ആവശ്യമില്ല സാധനം കേട്ടോ, എല്ലാം വലിച്ചു പറിച്ച് കളയാം. നാളെ കഴിഞ്ഞോടുകൂടി നമ്മുടെ അഖില് ഇതിനകത്ത് കയറും. പിന്നെ അതുകൂടാതെ ഐഷറിലുള്ള വത്സഞ്ചേട്ടനെ ഞാൻ വിളിച്ചായിരുന്നു. അപ്പോൾ വത്സഞ്ചേട്ടനെ വിളിച്ചപ്പോൾ വത്സഞ്ചേട്ടൻ പറഞ്ഞ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് നമ്മുടെ വണ്ടി പിന്നെ വത്സഞ്ചേട്ടൻ വന്ന് നോക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ വത്സഞ്ചേട്ടന് ഒന്ന് തെന്നി വീണുണ്ട്, കാലിന് ചെറിയ കംപ്ലൈൻറ്റ് ആയതുകൊണ്ട് വത്സഞ്ചേട്ടൻ്റെ ശിഷ്യൻ അടുത്ത ദിവസം വരും. നമ്മുടെ വണ്ടിയുടെ സ്റ്റിയറിങ്ങിന് നല്ല പ്ലേ ഉണ്ട്, അത് ശരിയാക്കണം. കാരണം ഇവരാണ് വണ്ടി ഓടിക്കുന്നത്. കാരണം ഇവർക്ക് ഇതുവരെ ഇത് ഓടിച്ചുള്ള പരിചയം പണിത് കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് വിശ്വാസം ഈ വണ്ടി നമുക്ക് ഓടാൻ പറ്റാത്ത പോലെ ആയതല്ലേ. എവിടെ ചെന്നിട്ടുണ്ട് ഈ വണ്ടി ഒരു ചെറിയ കയറ്റം കയറിയാൽ മതി, അന്നമ്പാടെ ചൂടാവുമായിരുന്നു. വത്സഞ്ചേട്ടനാണ് അതിൻ്റെ ഈ ചൂടിൻ്റെയും പരിപാടിയെല്ലാം നമുക്ക് കുറച്ച് തന്നെ. ഐശ്വർ ഉപയോഗിക്കുന്ന എല്ലാവർക്കും വത്സഞ്ചേട്ടനെ അറിയാവുന്നതാണ്. അപ്പം അടുത്ത ദിവസം അപ്പം ആ ഒരു സ്റ്റിയറിങ്ങിന് ഒരു പ്ലേ ഉണ്ട്, ആ പ്ലേ ശരിയാക്കണം. പിന്നെ അതുപോലെ ക്ലച്ച് കുറവുണ്ടോ എന്ന് സംശയമുണ്ട്, ക്ലച്ച് ഇല്ലയോ എന്ന് വരെ സംശയമുണ്ട്. പിന്നെ അതുകൂടാതെ ആക്സിലേറ്റർ, ക്ലച്ച്, ബ്രേക്ക് ഇതിൻ്റെ കേബിളുകൾ മാറണം. പിന്നെ ഇതിൻ്റെ എയർ ക്ലച്ച് അല്ല കേട്ടോ, നോർമൽ ക്ലച്ച്. ആദ്യം മാറേണ്ടതെന്ന് വെച്ചാൽ ബേക്കത്തെ 2 ടയർ അതിൻ്റെ നൂല് കണ്ടു. സുഹൃത്തുക്കളെ, നിങ്ങൾക്കൊരു യാഥാർത്ഥ്യം അറിയാമോ? അതായത് ഞങ്ങളുടെ വണ്ടിക്ക് സ്റ്റെപ്പിന് ടയർ ഇല്ല. കാശ്മീരിൽ നിന്ന് വരുന്ന വഴിക്ക് അത് പണ്ടേ വീണുപോയി. ഇവിടെ നാട്ടിൽ എത്തിയപ്പോഴാണ് ഞാനും ലിബിനും തന്നെ മനസ്സിലാക്കിയത് ഇതിന് സ്റ്റെപ്പിന് ടയർ ഇല്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ സ്റ്റെപ്പിന് ടയർ മേടിക്കണം, അതുകൂടാതെ 2 ടയർ മേടിക്കണം. പിന്നെ 3 വാങ്ങണം. യാത്ര ഹിമാചലിൽ എത്തുന്നതിന് മുമ്പ് വീണ്ടും അടുത്ത ടയറുകൾ പഞ്ചാബിൽ നിന്ന് മാറ്റേണ്ടതും വരും. പിന്നെ അതായത് ബേക്കത്തെ 2 ടയർ പോയില്ലേ, അപ്പോൾ സ്റ്റെപ്പിനിക്ക് എവിടെ ടയർ? 3 ടയർ മൊത്തം. അതായത് നിങ്ങൾ ഇങ്ങനെ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ വേണ്ടി പറ്റും. ഇതുണ്ടോ, ഇവിടെ നിന്ന് ഇങ്ങനെ ശ്രദ്ധിച്ച് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിക്ക് ഇതുണ്ടോ സ്റ്റെപ്പിനി ഇല്ല, സ്റ്റെപ്പിനി ഊരിപ്പോയി ഗൈസ്. പിന്നെ ഈ ഒരു ടയർ കണ്ടോ, ഈ ടയർ മൊട്ട ടയറാണ്, ഇതുകൊണ്ട് എവിടെയും പോകാൻ പറ്റില്ല. ഇതുണ്ടോ, ഈ ഒരു ടയർ വെറും മൊട്ട ടയറാണ്. അപ്പോൾ അതുകൊണ്ട് അത് നമ്മൾ മാറ്റുന്നതാണ്. എപ്പോഴും ബുദ്ധിപരമായ നീക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും അത് മാറ്റിയിടുന്നതാണ്. അപ്പോൾ അത് മാറ്റിയെടുക്കണം. പിന്നെ സ്റ്റെപ്പിനി ടയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയ ടയർ. യെസ്, നമുക്കൊരു ആവശ്യം വരുമ്പോഴാണ് നമ്മൾ സ്റ്റെപ്പിനി ടയർ എടുക്കുന്നത്. പിന്നെ എന്തിനാണ് നമ്മൾ സ്റ്റെപ്പിനി ടയർ വെക്കുന്നത്? അതുകൊണ്ട് പുതിയൊരു ടയർ സ്റ്റെപ്പിനിയും വാങ്ങണം, അതേപോലെ ബേക്ക് 2 ടയർ പുതിയതും വാങ്ങണം. ആരും ഇല്ലാത്തതാണ് ഇപ്പം ക്യാമറ എനിക്ക് മാത്രമേ ഉള്ളൂ. ഏതാണ്ട് 7,500 രൂപ നമുക്ക് സർവീസും ഇതിൻ്റെ പാർട്സും ഈ സാധനമൊക്കെ നമ്മൾ മേടിച്ചതിൽ നമുക്ക് ഇന്നലെ ചിലവ് വന്നു. ഈ സർവീസ് ചെയ്തെടുത്തതിൽ ശരിക്കും പറഞ്ഞാൽ 10,000-16,000 രൂപയ്ക്ക് മേടിച്ചു. പക്ഷേ ഇതിനൊക്കെ എന്തെങ്കിലും കംപ്ലൈൻറ്റ് പറ്റിക്കഴിഞ്ഞാൽ ഇതിൻ്റെ റിപ്പയറിങ്ങിന് അത്യാവശ്യം പൈസ ഉണ്ട് കേട്ടോ. അപ്പോൾ 15,000 രൂപയ്ക്ക് വാങ്ങിയത്, സർവീസിനൊക്കെ ഇത് നല്ല പരിപാടി. കാരണം ഇതിന് 3,500 അങ്ങനെ പാർട്സിൻ്റെ ഇടാ, 3,000 പാർട്സിനായി. പിന്നെ 3,000 പാർട്സിനായി. പിന്നെ ചേട്ടന്മാരുടെ സർവീസ് ചാർജ് 10,000-2,500 അതായി. പിന്നെ അവർ അവിടുന്ന് ഇവിടം വരെ വണ്ടി ഓടിച്ചു വന്നു, അത് നമ്മൾ എന്തായാലും കൊടുക്കണം. അപ്പോൾ അതിന് 2,000 രൂപ, അങ്ങോട്ടും ഇങ്ങോട്ടും ചങ്ങനാശ്ശേരിയിൽ നിന്ന് ഇവിടെ വന്നതിന് 2,000 രൂപ. അത് അവർ വന്ന് ചെയ്തതെന്ന് നല്ല കാര്യമല്ല. നമ്മളിത് തൂക്കി പിടിച്ചുകൊണ്ട് എങ്ങോട്ടേലും ഓടി നടക്കേണ്ട വരുമായിരുന്നു. അപ്പോൾ നമ്മൾ ആ ചേട്ടന്മാർ വന്ന് ചെയ്തതിന് ഒരുപാട് സന്തോഷം. അപ്പം ഈ സംഭവം നമ്മൾ ഇന്നലെ സർവീസ് ഇപ്പോൾ 7,500 രൂപയായി. അപ്പം ഇതിനിപ്പോൾ നമുക്ക് സർവീസ് ചെയ്തെടുക്കണം. അപ്പോൾ ചേട്ടന്മാർ പറഞ്ഞത് ഒരു 8,000-8,500 രൂപയ്ക്കുള്ളിൽ ഇത് ശരിയാക്കി തരാമെന്നാണ്. അപ്പം ഇവിടുന്ന് ചങ്ങനാശ്ശേരിക്ക് ഒരു വണ്ടി പോകുന്നത് കിട്ടണം. അപ്പം തുമ്പിനെ ഞാൻ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും വണ്ടി ഇവിടുന്ന് ചങ്ങനാശ്ശേരിക്ക് പോവുകയാണെങ്കിൽ ആ വണ്ടിക്ക് ഇത് കൊടുത്തു വിടുക എന്നുള്ളതാണ് നമ്മുടെ പ്ലാൻ. എന്തായാലും ഇത് കളയാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല. കാരണം ഇത് വീട്ടിലേക്ക് എടുക്കാം. 7 kV സാധനം ഇത് 1 മണിക്കൂറിന് 2.5 ലിറ്റർ വേണമായിരുന്നു പോലും. അയ്യോ വേണ്ട, ആ കണക്കിന്നലെ പാടിപ്പോയതാ. അപ്പം അങ്ങനെയുള്ള സംഭവം. അപ്പോൾ ഇത് സർവീസ് ചെയ്തെടുത്ത് ഇതേ ഉപയോഗിക്കുന്നുള്ളൂ. ഇതിപ്പോൾ പെയിന്റ് അടിക്കാൻ വേണ്ടി ഇതുണ്ട്. ഇങ്ങോട്ട് നോക്കിയേ, ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കറക്റ്റ് കാണാം. ഇതുണ്ടോ, ഇത് പീസാക്കി വെച്ചേക്കുവാണ്. ഇതേ ഇതെല്ലാം പെയിന്റ് അടിച്ച് ഗ്രൈൻഡ് ചെയ്ത് സെറ്റപ്പ് ആക്കി എടുക്കാൻ വേണ്ടി പീസാക്കി വെച്ചേക്കോട്ടോ. നീ ഒരു കാര്യം ശ്രദ്ധിച്ചോ ഒരു കാര്യം ശ്രദ്ധിച്ചോ, ഇത് സൗണ്ട് പ്രൂഫാ ആണോ? ഇത് പുതിയത് വാങ്ങുവാണെങ്കിൽ സൗണ്ട് പ്രൂഫിന്റെ സാധനം കിട്ടൂല. ഇതുള്ള കാരണമാണ് സൗണ്ട് കുറവ്. അല്ല അതേപോലെ ഫുള്ള് സൗണ്ട് ആയിരിക്കും. യെസ്, അതേ സമയത്ത് വേറെ സംഭവമുണ്ട്. ഞങ്ങളുടെ ഒപ്പം ഇറക്കാൻ വേണ്ടി നജീബിക്കയുടെ വണ്ടി കോമ്പറ്റീഷൻ കളിയാട്ടോ. കോമ്പറ്റീഷൻ കളി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ഒപ്പം ഇറക്കാൻ വേണ്ടി ചറവറ പരിപാടിയാണ്. ഈ സാധനം ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു ട്രെൻഡ് ആയിരിക്കും, അത് ഉറപ്പാണ്. അതെ, വിപ്ലവ സിംഹം. പിന്നെ നജീബിക്കാക്ക് ഇരിക്കാനും നിൽക്കാനും സമയം ഉണ്ടാവും. ഗൈസ്, അത് അങ്ങനെയുള്ള സംഭവം. ഇത് നോക്കിയാടാ, ചെറിയ വണ്ടി 2 വന്നിട്ടുണ്ടോ. ഇത് തമിഴൻ വണ്ടിയാ. നോക്കി എന്ത് രസം നോക്കി. കേരളത്തിൽ ചെറിയ വണ്ടി ഇറങ്ങുന്നില്ല. ഇല്ല, 16 സീറ്റ്. പക്ഷെ മറ്റേ സൗകര്യം കൂടുതലാണ്. പക്ഷെ എനിക്ക് വേറെ കാര്യമുണ്ട്, മറ്റേ വണ്ടിയെ കാണാൻ രസം ചെറുതിനേക്കാളും. ഇച്ചിരി കൂളിംഗ് ഒക്കെ ഇട്ടിച്ച് വേറൊരു മൂഡ് സാധനമാണ്. ചെറിയ വണ്ടിയല്ലേ, ബേക്കിൽ തക്കാളിപ്പെട്ട്. ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ വണ്ടിയുടെ അടുത്തുനിന്ന് മാറാതെ ഇങ്ങനെ വണ്ടിയുടെ അടുത്ത് തന്നെ ഇങ്ങനെ നിൽക്കുക കേട്ടോ.
സംഭവം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും പണി തീരത്തില്ല. ബാബു കഥം ഇത് കണ്ടോ, ഇവിടെയൊക്കെ നമുക്ക് പരിപാടികളുണ്ട് കേട്ടോ. മൈന്യൂട്ടായ പരിപാടികളാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ പരിപാടികളും കാര്യങ്ങളും നടക്കുന്നുണ്ട്. ഇതുണ്ടോ, AC-കാരൻ ജോജോ ചേട്ടൻ ഇന്ന് വന്നിട്ടില്ല. പുള്ളി വരുന്നതും കാത്താണ് ഞങ്ങളിരിക്കുന്നത്. പുള്ളിയുടെ പണി കഴിഞ്ഞാൽ ഇനി വണ്ടിയുടെ ഉള്ളിൽ പരിപാടിയും കാര്യങ്ങളും നടക്കത്തുള്ളൂ. ഉള്ളി പെയിന്റ് അടിക്കണമെന്ന് ഗ്രീസ് അടിച്ചിട്ട്. പിന്നെ കുറേ അധികം ആളുകളുടെ കമൻറ്റ് ഞാൻ കണ്ടു. അതായത് എന്നാ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോം അടിക്കണം. യെസ് ഗൈസ്, അതായത് തീർച്ചയായിട്ടും നമ്മുടെ വണ്ടിയുടെ ഉള്ളിൽ ഈ ACB ഷീറ്റ് അടിക്കുന്നതിന് മുമ്പേ ഇവിടെ ഓൾറെഡി വേണം നിങ്ങളെ കാണിച്ചാൽ ഈ വണ്ടി പൊളിക്കാൻ നേരത്തുണ്ടായിരുന്നു ഫോം. അതല്ലാതെ പുതിയ നമ്മൾ ഹീറ്റും തണുപ്പിനെയും കൺട്രോൾ ചെയ്യുന്ന ഒരു ഫോം ഇതിൻ്റെ അകത്ത് ഫില്ല് ചെയ്തിട്ടാണ് നമ്മൾ ഈ ACB ഷീറ്റ് അടിക്കുക. ആദ്യം തന്നെ എന്നു വെച്ചിട്ടുണ്ട് ഇതിൻ്റെ തുരുമ്പെല്ലാം ഉരയ്ക്കും. അത് കഴിഞ്ഞ് ഒരു കോട്ട് പെയിന്റ് അടിക്കും. അത് കഴിഞ്ഞിട്ട് ഒരു കോട്ട് ഗ്രീസ് റെസ്റ്റിനുള്ള പേര്. അത് ഒരു കോട്ട് ഗ്രീസ് അടിക്കും. ഗ്രീസ് എന്തിനാന്ന് വെച്ചാൽ തുരുമ്പ് ഇറക്കാം. അതിന്റെ പുറത്താണ് നമ്മൾ പറഞ്ഞ പോലത്തെ സാധനം കയറ്റുന്നത്. ACB ഷീറ്റ് അല്ല, അത് സ്പോഞ്ച് കയറ്റിയിട്ട് അതിന്റെ മേലാണ് ACB ഷീറ്റ് കയറ്റുന്നത്. അപ്പൊ ഞാൻ നിങ്ങളുടെ കമന്റ് കണ്ടിരുന്നു. അപ്പൊ അപ്രകാരമാണ് ഞാനത് പറഞ്ഞത്. നിങ്ങൾ എന്ത് എഴുതി വെച്ചാലും അത് ഞാൻ കാണുന്നുണ്ട്. അതിനുള്ള മറുപടി ഞാൻ തരും. കാരണം നമ്മളെക്കാളും സൂക്ഷ്മയോടെ നിങ്ങളത് കണ്ടെത്തുന്നതിലും ഇതെല്ലാം പറഞ്ഞല്ലോ. ജോജോ ചേട്ടൻ പറയുന്ന കേട്ടവനെ, അതായത് ഫിറ്റ് ചെയ്തിട്ട് ഞാൻ വീട്ടിൽ പോയിട്ട് കമന്റ് ഒന്ന് വായിച്ചു നോക്കട്ടെ. അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഐഡിയ കിട്ടും, അല്ലെ നല്ല തെറി കിട്ടും. അതിനകത്ത് കമന്റ് കിട്ടും, അല്ലെങ്കിൽ തെറി കിട്ടും. അതുകൊണ്ട് നമുക്ക് നാളെ ചെയ്യാം. ഇത് നമ്മുടെ ഫ്രിഡ്ജും സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഇത് ഞാൻ ഇന്നലെ കാണിച്ചതില്ലേ, കിച്ചണും മേളത്തെ ബെഡ്റൂം, മറ്റേ ഇതുമാണ് എന്നാണ് ഇതിന് പറയുന്നത്, കബോർഡ്. ഇതുണ്ടോ, ഇത് നമ്മുടെ ഫ്രിഡ്ജും പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ബാത്റൂം ഇവിടെ ഇരിപ്പുണ്ട്. ആ ബാത്റൂമേ നജീബ് പ്രത്യേകം പറഞ്ഞു, അതിനകത്ത് പൊടി ആകരുത്, പിന്നെ സീറ്റിംഗ് ആകാതിരിക്കുന്നു. പൊടി ആകാതെ നോക്കണമെന്ന്. സീറ്റിംഗ് ആവൂല. ഇത് ഞാൻ കഴുകിയല്ല, ഇതിന്റെ പർപ്പസ് ഒക്കെ നിങ്ങളെ കാണിച്ചു തരാം. ഒരു കാര്യം പറഞ്ഞൂല്ലേ, ഇത് കൂട്ട് വെള്ളം വെക്കുന്ന സാധനം ഉള്ളടിച്ചിട്ടില്ല. പിന്നെ വേറെ കാര്യമുണ്ട്, നമ്മുടെ മറ്റേ ഗ്യാസ് വേറെ സാധനം കണ്ടുപിടിച്ചു. അതായത് ഈ കുറ്റിയില്ലേ, ഈ കുറ്റി ഇങ്ങനെ വെച്ചാൽ മതി വണ്ടിയിൽ. ഈ കാലിക്കുറ്റിയില്ലേ, എന്നിട്ട് ഒരു പുതിയ മോട്ടർ ഇറങ്ങിയിട്ടുണ്ട്, ഇതിനെ മേളിൽ വെക്കുന്നത്. താഴോട്ട് പൈപ്പാ, അതിന്റെ അത്തല ഇങ്ങനെ ഞെക്കിയിട്ട്. ഇത് വീഴാതെ നമ്മൾ ഒരു സ്ഥലത്ത് വെക്കണ്ടേ, അടിക്കണ്ടേ. കൂളറിന് 11,000 രൂപ സ്പോൺസർ ചെയ്യുന്നു. ഏത് അതിന്റെ മേളിൽ കുഴല് വെക്കണ്ടേ, പാത്രം വെക്കണം. അതിന്റെ അടിയിൽ സ്പേസ് കിട്ടൂല. എനിക്കും നിനക്കും അറിയാം, എന്റെ കയ്യിലും പൈസ ഇല്ല, നിന്റെ കയ്യിലും പൈസ ഇല്ല. ഉള്ളത് കൊണ്ട് ഓണം പോലെ ഹൈസ് നോക്കൂ. അതായത് ഇപ്പൊ നീ തുണി ഷോപ്പിലാ കയറിയുള്ളൂ, ഇച്ചയും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ ഷോപ്പിൽ കയറേണ്ടി വരും. ഹൈസ് നോക്കൂ, ഇത് കണ്ടോ. ഇനി ഇതിന്റെ ഉള്ളിലേക്ക് വരാം കേട്ടോ, ഞാൻ ഓരോന്ന് കാണിച്ചു തരാം. വാ, കമോൺ ഗൈസ്. ഇത് ഇന്നലെ പിടിപ്പിച്ച ഡൈനാമയും സാധനങ്ങളും സംഭവങ്ങളാണ്. ഇത് പിന്നെ എല്ലാവരും കണ്ടു, ഇന്നലെ AC പിടിപ്പിച്ച എല്ലാവരും പറയുന്നത് ഇത് പരാജയമായിരിക്കും കേട്ടോ. നജീബിക്കാൻ പറയുന്നത് ഇത് പരാജയമായിരിക്കുന്ന. ഇത് വിജയിച്ചു കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു. ഇതെങ്ങനെയാവുന്നുള്ള. പക്ഷെ ജോജോ എന്നോട് പറഞ്ഞത് ഈ വണ്ടിക്കകത്ത് ഇരിക്കാൻ പറ്റത്തില്ലെന്ന്. അത് ശരിയാ. 5 കൊല്ലം നിന്ന വണ്ടി നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, 5 കൊല്ലം നിൽക്കുന്നൊക്കെ നിന്ന വണ്ടികളുണ്ട്. ഇനി അതുകൂടാതെ ഇത് ആൻഡ്രോയിഡ് സ്റ്റീരിയോ കയറ്റിയപ്പോൾ ഇത് കണ്ടു, ഇത് പോയതാട്ടോ. ഈ ഡാഷ്ബോർഡ് മൊത്തത്തിൽ മാറണം. ഈ സാധനം മൊത്തത്തിൽ മാറി പുതിയ സാധനം വെക്കണം. ഈ AC യൂണിറ്റ് ഇവിടുന്ന് ജോജനം കൊണ്ട് അഴിപ്പിക്കണം. അത് അയക്കാൻ ഇന്നലെ പറഞ്ഞായിരുന്നു, ഇന്നലെ തന്നെ അയക്കാന്ന് പറഞ്ഞു. സാധനം മൊത്തം മാറ്റണം. യുദ്ധകാലാടിസ്ഥാനത്തിൽ മാറ്റിയാലോ? നീ ഇരുന്ന് അയച്ചോ. സ്കൂട്ടറും മറ്റേ സാധനം ഞാൻ എടുത്തുതരാം. ഇതുണ്ടോ, ഇത് എനിക്ക് ശ്രദ്ധിച്ചേ, ഈ പ്ലേ ഉണ്ടോ നിങ്ങള്? ഇതൊരിക്കലും ഇവർക്ക് ഓടിക്കാൻ പറ്റില്ല. എന്റെ അഭിപ്രായത്തിൽ ഈ സാധനം ഒന്നും മാറേണ്ട കാര്യമില്ല. എന്നെ പോലെയുള്ള ആദ്യം സഫാരി ഒരു 50 കിലോമീറ്റർ ഓടിക്കും, എന്നിട്ട് തള്ള. 50 കിലോമീറ്റർ ഓടിച്ചപ്പോൾ പറയാം, നീ ഒന്ന് ഓടിക്കുക, എബി കാണൂല. എബി മറ്റേ വണ്ടിയില്ലേ പോന്നെ, എബി കാണൂല, നീ കുറച്ചേരം ഓടിക്കുക. മഴയല്ലേ, കണ്ണ് കാണാതില്ലല്ലോ, മഴ പെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ ഉണ്ടോ, ഇത് നമ്മുടെ പേപ്പട്ടിയുടെ നാക്ക് തളർന്ന് കിടന്ന എങ്ങനെ ഉണ്ടാവും. ഇതുണ്ടോ, വേറെ ഒന്നും പറയുന്നില്ല. ഇതുണ്ടോ അവസ്ഥ ഉണ്ടോ നോക്കിയേ, ഇതാണ് ഗിയറിന്റെ അവസ്ഥ. ഇതൊന്ന് കാണിക്കണം. ഇതുണ്ടോ ടൈറ്റ് ആക്കണം. പേപ്പട്ടിയുടെ നാക്ക് കിടക്കുന്ന വരുന്ന പൊതുവേ ആണോ ഗൈസ്. അപ്പം അങ്ങനെയുള്ള സംഭവം ഇതുണ്ടോ, ഇതുണ്ടോ, ഈ ഒരു പ്ലേ ഉണ്ട്. അങ്ങനെ കുറച്ച് സംഭവങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ലെവലാക്കി എടുക്കണം. സാധനം എടുത്ത് കളഞ്ഞാലോ? അത് ജോജോ വരാൻ നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല. നമ്മളെടുത്ത് കഴിഞ്ഞാൽ വല്ല ലീക്കാവും അതാകും ഇതോ ചെയ്തതിന് പിന്നെ ജോജോ പറയും നിങ്ങളെന്ന് പറയും. ഇതൊക്കെ പഴയ AC-യുടെ കോപ്പർ പൈപ്പാണ്. ഇതിനൊന്നും ലീക്കൊന്നും ഇല്ലായിരുന്നു. പക്ഷെ എന്നാലും ഈ സാധനം ഒന്നും നമ്മുടെ ഈ കോപ്പർ പൈപ്പ് ഊരിക്കോട്ടെ, നമുക്ക് വീട്ടിൽ കൊണ്ടോ. ഏതെങ്കിലും AC ഫിറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ കോപ്പർ പൈപ്പ് വേണ്ടല്ലോ. അതെ അല്ലേ. ഒരു വെൽഡർ പോയി കഴിഞ്ഞപ്പോൾ അടുത്ത വെൽഡറിന് എൻ്റെ മുത്തുമണി, എൻ്റെ അഖിൽക്കുട്ട്, കണ്ണിൽ ഉണ്ണി ഗൈസ്. ഇതുണ്ടോ, ഇത് കണ്ടോ, നിങ്ങൾ ശ്രദ്ധിച്ചറിയാം. ഇവിടുത്തെ സാധനം നമ്മൾ പൊളിച്ചു കളഞ്ഞല്ലോ. ഇത് കണ്ടോ. അപ്പോൾ ഇത് പൊളിച്ചു കളഞ്ഞുകൊണ്ട് ഇതിന് അടുത്ത് അടിക്കാൻ വേണ്ടി അടുത്ത ബെൽഡർ വന്നിരിക്കുകയാണ്. ഇപ്പോൾ തകൃതിയായി നടക്കുന്ന കാര്യങ്ങൾ പണി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇതാ
ഇത് നമ്മുടെ എന്താണ്, ഇത് ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, നമ്മളിത് കാണിച്ചു കൊടുത്തത് ബെഡിന്റെ പരിപാടികൾ, ഇതിന്റെ ഒക്കെ ഫ്രെയിമുകളൊക്കെ അവിടെ റെഡിയാണ്, ബാത്റൂമിന്റെ കാര്യങ്ങൾ റെഡിയാണ്. ഇനി ഇതൊന്ന് സെറ്റ് ചെയ്തിട്ട് വേണം യൂറോപ്പിൽ പോകാൻ വേണ്ടി. ബെഡ് കണ്ടോ, ബെഡ് ഇതിലും രണ്ടുപേർക്ക് സുഖമായിട്ട് കിടക്കണം, ഈസി ആയിട്ട് കിടക്കാൻ വേണ്ടി പറ്റും. രണ്ടുപേർക്ക് കിടക്കാം. ഈ സാധനം ഒന്ന് മാറ്റണം, ഇതല്ല ഇതൊക്കെ മാറ്റിയിട്ട് ഇവിടെ ചവിട്ടുപൊടിയാക്കാന്ന് പറഞ്ഞു. ഇത് തന്നെ ഇങ്ങോട്ട് ആക്കിയാലും മതി, കയറി കിടക്കാൻ വേണ്ടി. ഇതാണ് ആകെയുള്ള സ്റ്റോറേജ് സ്പേസ് കേട്ടോ. പിന്നെ ഇവിടെ എല്ലാം നമ്മൾ സ്റ്റോറേജ് അടിക്കുന്നുണ്ട്, എല്ലാം പറഞ്ഞാൽ ഓക്കെ. പിന്നെ വേറെ കുറേ സാധനം വീട്ടിൽ നമ്മൾ അഭിരാമിനെ കൊണ്ട് മേടിച്ചിട്ടുണ്ട്, അത് തൂക്കി ഇടുന്നത്, നമ്മുടെ യൂറോപ്പിലുള്ള TTനെ പോലെയുള്ള സാധനങ്ങൾ, അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ നമ്മൾ മേടിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം അങ്ങനെയുള്ള സംഭവങ്ങളും ചെയ്യുന്നുണ്ട്. ഇതാണ് നിങ്ങൾ പറയുന്ന ഈ റെസ്റ്റ്. അപ്പോൾ ഇതൊക്കെ ഉരച്ചിട്ടുണ്ട്, ഇതിൽ ഉരച്ച പാടുകളുണ്ട്. ഇത് ഉരച്ചിട്ടുണ്ട്, ഇത് ഉരച്ചുകൂടാതെ ഇനി ഉരയ്ക്കും. ഈ മെഷീനും കൊണ്ട് ഉരച്ചു കഴിഞ്ഞാൽ ഇത് പോകില്ല, ഇത് കൈയും കൊണ്ട് ഉരയ്ക്കണം. ആ 100-ന്റെ പേപ്പർ വെച്ചിട്ട് ഇനി ഇങ്ങോട്ട് ഉരയ്ക്കും ഒരു ദിവസം ഇരുന്നിട്ട് എല്ലാവരും കൂടെ. നിനക്ക് ലൈറ്റിൻ്റെ ആവശ്യം വല്ലതും ഉണ്ടോ? വീഡിയോ ഒന്നും എടുക്കുന്നില്ലോ നീ? വീഡിയോ ഒന്നും എടുക്കാത്തല്ലേ? അതറിഞ്ഞാൽ മതി കേട്ടോ. പഴയ സാധനങ്ങൾ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പം നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് പോകാം. ഞങ്ങൾ അങ്ങോട്ട് വരണോ? നായിപ്പോട് ജംഗ്ഷൻ വേണ്ട, ഞങ്ങൾ എയർപോർട്ടിന് അവിടെ നിന്ന് വിളിക്കാം. അത് ഞങ്ങളെ കണ്ടില്ല, നിങ്ങൾ ഇവിടെ ഒന്ന് ഫിറ്റ് ചെയ്യണേ. ഞാൻ നേരെ ഇങ്ങോട്ട് പോവാ, റൂമിലേക്ക് പോവാ. നിക്കാലൊക്കെ നയണ്ടാലോ ഗൈസ്, ഞങ്ങളുണ്ടല്ലോ, ഞങ്ങൾ പോവാണ്. ലാസ്റ്റ് പണിയും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തതിന് ശേഷം പോവുകയാണെങ്കിൽ നമുക്ക് നാളെ ഒരു അത്യാവശ്യം ഒതുങ്ങിക്കും. ആ സമയത്ത് ഇന്ന് രാത്രി ജോർജ് ചേട്ടൻ വരുമെന്നാട്ടോ പറഞ്ഞത്. പണിയുടെ പരിപാടിയും കാര്യങ്ങളൊക്കെ എടുക്കാൻ നമ്മുടെ വണ്ടി റെഡിയായി. നമ്മൾ നേരെ ഇവിടുന്ന് പോവുകയാണ്. ഇവിടുന്ന് അത്യാവശ്യം ദൂരം പോകാനുണ്ട്. ഗൈസ് നോക്കൂ, ഫൈനലി നമ്മളങ്ങനെ വർക്ക്ഷോപ്പിൽ നിന്ന് ഇറങ്ങി നേരെ റൂമിലേക്ക് പോവാണ്. ഇന്ന് മഴയില്ലാത്തതുകൊണ്ട് വലിയ രീതിയിലുള്ള ബ്ലോക്കുകളും സംഭവങ്ങളും ഇല്ല. അല്ലെങ്കിൽ നമ്മൾ എല്ലാ ദിവസവും ബ്ലോക്കിൽ കിടന്ന് വേണം. കാറ്റും മഴയത്തും മഴം പഴന്നു വരുന്നവനെ, മഴം പടന്നു വീഴുന്നേ, പെട്ടെന്ന് മറിഞ്ഞു വീഴുന്നു അല്ലെങ്കിൽ പൊട്ടി വീഴുന്നു എന്നുള്ള സിമ്പിൾ വാക്ക് നിനക്ക് ഉപയോഗിച്ചാൽ മതിയായിരുന്നു. നമ്മുടെ ഭാഷ. ഗൈസ് നോക്കിയിട്ടുണ്ടോ, ഈ കാണുന്ന റൂട്ടാണ് നമ്മുടെ സ്ഥിരം റൂട്ട്. ഇതിൽ നമ്മൾ നേരെ പോകുന്നു. ഇനി നമുക്ക് എയർപോർട്ടിന്റെ ഫ്രണ്ടിൽ കിട്ടുവാണെങ്കിൽ ബ്ലോക്ക് അവിടെ കിട്ടുള്ളൂ, അല്ലെ കിട്ടാൻ സാധ്യതയില്ല. നേരെ നമ്മൾ ഇനിയിപ്പോൾ നമ്മുടെ ഹോട്ടൽ അവിടെ കിടന്നിറങ്ങുന്നു. വീണ്ടും നാളെ നമ്മൾ എണീക്കുന്നു. ഒരു സ്ഥലത്ത് പോകണ്ടേ, ഏഷ്യക്കാരുടെ അടുത്ത് പോകണ്ടേ? എന്നിട്ട് നമ്മൾ നേരെ ഇങ്ങോട്ട് വരുന്നു, വീണ്ടും അങ്ങോട്ട് പോകുന്നു, ഇങ്ങോട്ട് വരുന്നു. ഇത് തന്നെയാണ് നമ്മുടെ പരിപാടി കേട്ടോ. ഗൈസ് നോക്കൂ, ഞങ്ങളിപ്പോൾ ഉള്ളത് ഞങ്ങൾ സ്ഥിരമായി താമസിക്കുന്ന ഹോട്ടലിലാണ്. ഇപ്പോൾ 1 വർഷത്തോളം ഞങ്ങൾ ഇവിടെ താമസിക്കുന്നു. 1 വർഷത്തിൽ ഇടയ്ക്കിടയ്ക്ക് വരുള്ളൂ, സ്ഥിരമായിട്ട് ഇവിടെ താമസിച്ചില്ല. അതെ ഗൈസ്, നമുക്ക് ഇപ്പോൾ ഒരു 3-4 പ്രാവശ്യം 5 പ്രാവശ്യം താമസിച്ചിട്ടുണ്ട്. അതായത് ഇവിടെ ഉണ്ടല്ലോ, ഇവർ 1 വർഷത്തെ ആനിവേഴ്സറി പ്രമാണിച്ച് ഇവിടുത്തെ മാനേജർ ഞങ്ങളോട് പറയാൻ പറഞ്ഞു. അതായത് റൂം 1800-1600 രൂപ. 1800 രൂപയ്ക്ക് ഇവിടെ 2 പേർക്ക് താമസിക്കാം. പിന്നെ അതേപോലെ തന്നെ ട്രാവൽ ഏജൻസിക്കാർക്കൊക്കെ എന്തൊക്കെ ഓഫറും കാര്യങ്ങളും ഉണ്ട്. അതുപോലെ ഇവിടെ കിച്ചനും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അതായത് ഇവിടെ നിങ്ങളൊരു പാക്കേജ് ആയിട്ട്, അതായത് ഇവിടെ അത്യാവശ്യം റൂമും സംഭവമൊക്കെ ഉണ്ട്. അപ്പം ഇവിടെ ആൾക്കാർ വന്ന് ബസ് പാർക്കിംഗ് അതുപോലെ സംവിധാനങ്ങൾ കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പം നമ്മൾ സ്ഥിരമായി താമസിക്കുന്ന ഹോട്ടലാണ്. അതെ, നമ്മുടെ സാധനങ്ങളൊക്കെ വണ്ടിയിൽ നിന്ന് ഇറക്കി നമ്മുടെ സെബിക്കുട്ടൻ പോയോ, ഡോറ് ഇനി എന്താ അതിൻ്റെ ഇതിലുള്ള സംഭവം മണ്ണിയുടെ ലോക്ക് തുറക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. നമുക്ക് നേരെ ഹോട്ടലിൽ കയറാം കേട്ടോ. ഞങ്ങളുടെ റൂമും നിങ്ങൾക്ക് വരുവാണെങ്കിൽ ഇവിടെ ഏതൊക്കെ ടൈപ്പ് റൂമാണ് കിട്ടുക എന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. എത്രയുടെ റൂമിന് എത്രയുടെ ഇപ്പം? 1,800 കേട്ടോ. 1,800 രൂപയാണ്. അത് എയർപോർട്ടിന്റെ അടുത്ത്, കപ്പിൾ ഫ്രണ്ട്ലി ആണ്. കൊച്ചി എയർപോർട്ടിന്റെ തൊട്ടടുത്താണ് എയർപോർട്ട്. അപ്പം നമുക്ക് റൂമിലേക്ക് പോവാം. ഞങ്ങളുടെ താക്കോൽ പിന്നെ ഓൾറെഡി ഉണ്ട്. ഏത് റൂമാണ് കാണിച്ചിരുന്നത്? 104-ഉം 105-ഉം. മതി ചേട്ടാ, നമുക്ക് കാണിച്ചു കൊടുക്കാം. ഇവിടെ ലിഫ്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഞങ്ങൾ ഈ കാണുന്ന കളത്തിലൂടെ ഇങ്ങനെ നടന്ന് ഇവിടുത്തെ പ്രത്യേകത എന്നാന്ന് അറിയൂനെ, ആരെ ശല്യമില്ല, പുതിയ ഹോട്ടലാണ്. പുത്തൻ പുതിയ ഹോട്ടൽ. ഒരു ടൗണിന്റെ ഒരു തിരക്കോ ഒരലമ്പോ സൗണ്ടോ സംഭവങ്ങളൊന്നുമില്ല. ഇതാണ് അവനൊന്ന് പറഞ്ഞേ. 103 ആണോടാ? ഇതാ ഈ റൂം നോക്കി, ഇവിടുത്തെ സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ നോക്കി. നല്ല കിടിലൻ റൂം. ഇവിടെ നിങ്ങൾക്കൊരു ചെയർ, ഇവിടെ വർക്ക് ചെയ്യാനുള്ള സംവിധാനം, ഇതേ AC ഒക്കെ ചില്ല കേട്ടോ. പിന്നെ അതേപോലെ തന്നെ TV, കോഫി, രാത്രി ചായ കുടിക്കാം, കെറ്റില്, പിന്നെ അതേപോലെ തന്നെ ബാത്റൂം. ഇത് കണ്ടോ, ഇതാണ് ബാത്റൂം. ഇതേ നോക്കിയോ, ഇത്രയും വലിയൊരു ബാത്റൂം. ഇതുണ്ടോ, ഇത്ര സാധനങ്ങൾ കിട്ടും. ഇനി അടുത്ത ടൈപ്പ് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇവിടെ സൂട്ട് റൂമൊക്കെ കിട്ടും മേളിൽ. അത് ഇച്ചിരി വലിയ റൂമാണ്. അതിൻ്റെ അത് ചെറിയ പൂള് പോലത്തെ സംവിധാനം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി അടുത്ത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതേ നേരെ ഇപ്പുറത്തോട്ട് വാ. ഇത് കണ്ടോ, ഇങ്ങോട്ട്. ഗൈസ് ഇത് കണ്ടോ, ഇത് അടുത്തൊരു റൂമാണ്. ഇതിൻ്റെ പ്രത്യേകം വെച്ചാൽ ഇത് 2
ഇവിടെ 1 3, അതായത് 3 പേർക്ക് വിശാലമായിട്ട് കിടക്കാം. ഇവിടെ ടേബിള്, പിന്നെ അതുപോലുള്ള സംവിധാനങ്ങൾ, ബാത്റൂം. ഞങ്ങൾ ഇങ്ങനത്തെ റൂം എടുത്താട്ടോ. അല്ല, നമ്മുടെ റൂം ഇങ്ങനത്തെ അല്ല. കുറച്ചുകൂടെ വലുതാണ്. സുഖു, നീ മാറ്റി പറയരുത്. വാ, നിനക്ക് ഞാൻ കാണിക്കാം. ആ, ഇവിടെ ബെഡിന് കുറച്ചുകൂടെ വീതിയില്ല. നമ്മുടെ വ്യത്യാസമുണ്ട്. വാ ഗൈസ്, നോക്കൂ. ഫൈനലി അങ്ങനെ നമ്മുടെ വണ്ടിയുടെ പരിപാടി വർക്ക്ഷോപ്പിൽ നടക്കുന്നു. AC-യുടെ പരിപാടിക്ക് ജോജോ അങ്ങോട്ട് ചെല്ലും. ഇപ്പം പോകുന്ന പറഞ്ഞാൽ അവർ രാത്രി തന്നെ അതിൻ്റെ പരിപാടി തീർക്കുന്ന പറഞ്ഞത്. അതേ സമയത്തിന് ആ സൈഡത്തെ പരിപാടിയല്ല ഇന്ന് വയ്യമാർ തീർക്കുന്ന പറഞ്ഞത്. യെസ്, അതേപോലെ തന്നെ നാളെ, അതായത് നാളെ എന്ന് പറയുമ്പോൾ സൺഡേ. ആജ് വെള്ളി, ആജ് അല്ല ആജ് ശനി, ശനിവാറ്. അപ്പം നമ്മുടെ അവിടെ നാളെ വത്സൻ ചേട്ടൻ്റെ ഒരു ശിഷ്യനെ വണ്ടിയുടെ പണിയും കാര്യങ്ങളും നോക്കാൻ വേണ്ടി വിടും. അതുകൂടാതെ ഞാൻ പറഞ്ഞ പോലെ ഡാഷ്ബോർഡ് അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ നോക്കി വണ്ടി വൃത്തിയാക്കേണ്ട സാഹചര്യമുണ്ട്. അപ്പം നാളെ സമാധാനം ഉണ്ടാകും. കാര്യം എന്താണെന്ന് വെച്ചാൽ ഞായറാഴ്ച ദിവസം ആയതുകൊണ്ട് പകുതി പണിക്കാർ ലീവായിരിക്കും. അതെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ചെയ്യാനുള്ളത് ഗൈസ്. അപ്പം ഇത്രയും കാര്യം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കണം. വീണ്ടും മറ്റൊരു വീണ്ടും കണ്ടിരിക്കും. ഗുഡ് ബൈ ആൻഡ് ഗുഡ് നൈറ്റ് ആൻഡ് ഗുഡ് സീ യു. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള അഭിപ്രായങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഞങ്ങളെ കമൻറ്റ് ബോക്സിൽ വിളിച്ചറിയിക്കാം. പിന്നെ ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഞാൻ ദീപു ചേട്ടൻ്റെ നമ്പർ ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമോ സംഭവങ്ങളോ, സംശയമല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. അനാവശ്യമായിട്ട് വിളിക്കരുത്, ഞങ്ങളെ ബുദ്ധിമുട്ടിക്കരുത്. കാരണം ഞങ്ങളൊരു അപാവികളാണ്. അതേപോലെ തന്നെ ദീപിച്ചേട്ടൻ ഒരു പാവാടയുമാണ്. അതേപോലെ തന്നെ ദീപിച്ചേട്ടൻ കൂടുതൽ ഫോൺ വന്നാൽ അങ്ക്രിയാവും. അതുപോലെ തന്നെ സെബിൻ അതുകൊണ്ട് ഒരു തോടും. പിന്നെ കിക്കാറ്റ് വാങ്ങിക്കൊടുക്കേണ്ടി വരും. സെബിനാണെ മഞ്ജും. അപ്പോൾ നിങ്ങൾ അനാവശ്യമായി വിളിക്കരുത് സുഹൃത്തുക്കളെ. ആവശ്യത്തിന് മാത്രമേ വിളിക്കാവുള്ളൂ. ഒന്നാമത്തെ സെബിനെയും കൊണ്ട് ഭയങ്കര ശല്യമാണ്. അതെ, ഇപ്പം രാത്രി കാണാനില്ല സെബിനെ.